ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇനി നോക്കുന്നതാണ് ബട്ടൺസ്. അതായത് നമ്മുടെ ആപ്പിൽ നമ്മൾ പ്രസ് ചെയ്യുകയോ ടച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പം ആ ഒരു ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബട്ടൺസ് അല്ലെങ്കിൽ ടച്ചബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് റിയാക്ട് നേറ്റീവിൽ ബട്ടൺ എന്നൊരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ അതാദ്യം ഇമ്പോർട്ട് ചെയ്യാം. ജസ്റ്റ് എന്നിട്ട് ബട്ടൺ നമ്മൾ സാധാ കോമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബട്ടൺ ഒരു സെൽഫ് ക്ലോസിങ് ആണ്, ടാഗാണ്. പിന്നെ അതിന് ഒരു പ്രോപ്പർട്ടിയാണ് ടൈറ്റിൽ. ടൈറ്റിൽ നമുക്ക് പ്രസ് എന്ന് കൊടുക്കാം. ഇപ്പം നമുക്കൊരു ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആൻഡ്രോയിഡ് എമുലേറ്ററോട് നോക്കാം. ഇപ്പോൾ നമുക്കൊരു ബട്ടൺ വന്നിട്ടുണ്ട്. പക്ഷേ ആ രണ്ട് ബട്ടൻ്റെയും നമ്മൾ സ്റ്റൈലൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ രണ്ടും രണ്ട് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്ട് നേറ്റീവിലെ കോഡ് നമ്മൾ നേറ്റീവിനകത്തേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് അത് കമ്പൈൽ ചെയ്ത് റണ്ണാകുന്നത്. അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ നേറ്റീവ് കോഡിലെ ബട്ടൺ ഇങ്ങനെ വരും, iOSൻ്റെ ഇങ്ങനെയാണ്. അതുകൊണ്ടാണത്. അടുത്ത ഒരു പ്രോപ്പാണ് കളർ. കളർ നമുക്ക് റെഡ് എന്ന് കൊടുക്കാം. അപ്പം നമ്മുടെ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്, ആൻഡ്രോയിഡിൽ ചേഞ്ച് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോപ്പാണ് ഓൺ പ്രസ്. നമ്മൾ ടെക്സ്റ്റിൻ്റെ നോക്കിയപ്പോൾ നമ്മൾ ഈ ഒരു ഓൺ പ്രസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ടെക്സ്റ്റിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പം ഒരു ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കോൾ ബാക്ക് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ പ്രസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ആ ഓൺ പ്രസ്സിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ആരോ ഫംഗ്ഷൻ, ഇപ്പോൾ ഒരു അനോണിമസ് ഫംഗ്ഷൻ കൊടുക്കാം. അതിൽ ഒരു അലേർട്ട് കൊടുക്കാം. അലേർട്ട് പ്രസ്ഡ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു അലേർട്ട് കൂടെ വന്നു. അതേപോലെ ആൻഡ്രോയിഡിലാണെങ്കിൽ അലേർട്ട് വന്നിട്ടുണ്ട്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഡിസേബിൾഡ്. നമ്മളിപ്പോൾ ഡിസേബിൾഡ് ട്രൂ എന്ന് കൊടുക്കാം. ഡിസേബിൾഡ് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ല, ആ ബട്ടൺ അങ്ങ് ഡിസേബിൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഓൺ പ്രസ് എന്നുള്ള ആ ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ആ ബട്ടൺ ഡിസേബിൾ ആയിപ്പോയി. അത് ഫോൾസ് കൊടുത്ത് നോക്കാം. നമുക്ക് ഫോൾസ് കൊടുത്താൽ ബട്ടൺ വന്നിട്ടുണ്ട്, അതിൻ്റെ ഓൺ പ്രസ് ആക്ഷനും വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിസേബിള്. അതായത് അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും എപ്പോഴും. നമുക്ക് നമ്മുടെ ആപ്പിൽ ഇപ്പോൾ ഒരു ബട്ടൺ ഡിസേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസേബിൾഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പായിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ ബട്ടൺ കണ്ടു. അടുത്ത ഒരു കമ്പോണൻ്റ് ആണ് ടച്ചബിൾ ഒപ്പാസിറ്റി. അപ്പോൾ അതിന് നമ്മൾ ടച്ചബിൾ ഒപ്പാസിറ്റി ഇമ്പോർട്ട് ചെയ്യണം. ദെൻ നമുക്കതിനെ കോൾ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ടച്ചബിൾ ആയിട്ടുള്ളൊരു കമ്പോണൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റത്തില്ല. അതായത് ടച്ചബിൾ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് വ്യൂ പോലെ തന്നെ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ആ കണ്ടെയ്നറിനാണ് നമുക്ക് ഈ ഓൺ പ്രസ് എന്ന് പറയുന്ന പ്രോപ്പ് പാസ് ചെയ്യാൻ പറ്റും. അതായത് കണ്ടെയ്നർ എന്ന് വെച്ചാൽ അതിനുള്ളിൽ നമുക്ക് വേറെ
കമ്പോണൻസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമുക്കൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്ത് നോക്കാം. സ്റ്റൈലിൽ നമുക്കൊരു വിഡ്ത്ത് കൊടുക്കാം. വിഡ്ത്ത് 100 കൊടുത്തു. ഹൈറ്റ് 45 കൊടുത്തു. സെയിം അതേപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തപ്പം നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടച്ചബിൾ ഒപ്പാസിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമുക്കൊരു ആനിമേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് റൗണ്ട് കോർണേഴ്സ് ഒക്കെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബോർഡർ റേഡിയസ്, അതായത് വ്യൂവിന് കൊടുക്കാൻ പറ്റുന്ന സ്റ്റൈൽസ് എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തൽക്കാലം ഇതിനെ സെൽഫായിട്ട് ക്ലോസ് ചെയ്യാം. അത് സെൽഫ് ക്ലോസിങ് ടാഗ് ആയാലും ഇത് വർക്കാകും. അപ്പം നമ്മുടെ ഒരു ബട്ടൺ ഉണ്ട്. പക്ഷെ ആ ബട്ടൺ എന്തുവാ ചെയ്യേണ്ടതെന്നൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. നമുക്കിങ്ങനെ ടെക്സ്റ്റ് ഒന്നും വന്നിട്ടില്ല. സെയിം അതേപോലെ തന്നെ നമുക്ക് ഒരു ഓൺ പ്രസ് പാസ് ചെയ്യാം. ഓൺ പ്രസ്സിൽ നമ്മൾ ഇപ്പം കൊടുക്കുന്ന പോലെ ഒരു ആരോ ഫംഗ്ഷൻ കൊടുക്കുന്നു. ഒരു അലേർട്ട് pressed in touchable opacity എന്ന് പറഞ്ഞാൽ നമ്മളൊരു അലേർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺ പ്രസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ കോൾ ആകും. ആൻഡ്രോയിഡിലും വർക്കിംഗ് ആണ്. നമുക്കൊരു മാർജിൻ കൊടുത്തു നോക്കാം. മാർജിൻ ടോപ്പ് കൊടുക്കാം. 20 പിക്സൽ മാർജിൻ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ടച്ചബിൾ ഒപ്പാസിറ്റിയിൽ കസ്റ്റമായിട്ടൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്തപ്പം ആൻഡ്രോയിഡ് ഡിവൈസിലും iOSലും സെയിം UI ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മൾ ബട്ടൺ യൂസ് ചെയ്തപ്പോൾ എന്തുവാ, അതിൻ്റെ ആ നേറ്റീവ് ഫീലിലേക്കാണ് പോയേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഈ ടച്ചബിൾ ഒപ്പാസിറ്റി യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആപ്പ് iOSലും ആൻഡ്രോയിഡിലും ഒരേപോലെ ഇരിക്കാൻ വേണ്ടി. അപ്പം നമ്മളൊരു ടച്ചബിൾ ഒപ്പാസിറ്റി ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പ് പാസ് ചെയ്തിട്ടുണ്ട്. ഓൺ പ്രസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പും കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ആക്റ്റീവ് ഒപ്പാസിറ്റി. ആക്റ്റീവ് ഒപ്പാസിറ്റി നമ്മൾ 1 കൊടുത്തു, സേവ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഒരു ആനിമേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആനിമേഷൻ, ആ ആനിമേഷൻ ഇപ്പം പോയിട്ടുണ്ട്. അപ്പോൾ ആ ആനിമേഷൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ആക്റ്റീവ് ഒപ്പാസിറ്റി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ഒപ്പാസിറ്റി കുറയുന്നതായിട്ട് കണ്ടോ, ഒരു ഫ്ലിക്കറിങ് പോലെ. അതാണ് ആക്റ്റീവ് ഒപ്പാസിറ്റി എന്ന പ്രോപ്പർ. അപ്പോൾ നമുക്കൊരു 0.5 ഒക്കെ കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ആ ആനിമേഷൻ്റെ അളവ് ചേഞ്ച് ആകുന്നുണ്ട്. അതായത് 0 to 1 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു ബട്ടൺ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ടച്ചബിൾ ഒപ്പാസിറ്റി യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ഇനി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ടെക്സ്റ്റ് ഉള്ള ഒരു ബട്ടണാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കമ്പോണൻ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക്
പ്രസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുക്കും, ഒരു ടെക്സ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റൈൽ കൊടുക്കണം. സ്റ്റൈൽ നമുക്കിനി സ്റ്റൈൽ ഷീറ്റിൽ കൊടുക്കാം. എന്താ, സ്റ്റൈൽസ് ഡോട്ട് ബട്ടൺ കൊടുത്തു. അതുപോലെ ടെക്സ്റ്റിന് നമ്മളൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. അതിന് സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽസ് ഡോട്ട് ബട്ടൺ ടെക്സ്റ്റ് എന്ന് കൊടുക്കും. ഇനി എന്താ, നമ്മുടെ സ്റ്റൈൽ ഷീറ്റിൽ വന്നിട്ട് ബട്ടൺ ഉണ്ട്, ഒരു ഒബ്ജക്റ്റാണ്. സെയിം അതേപോലെ തന്നെ ബട്ടൺ ടെക്സ്റ്റും ഉണ്ട്. ബട്ടന് നമുക്കൊരു വിഡ്ത്ത് കൊടുക്കാം. 200 കൊടുത്തു. ഹൈറ്റ് ഒരു 50 കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്കൊരു ബ്ലൂ കൊടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അലൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു മാർജിൻ കൊടുക്കാം അല്ലേ. മാർജിൻ ടോപ്പ് ഒരു 50 കൊടുത്തു. അതുപോലെ ഒരു ബോർഡർ റേഡിയസ് കൊടുക്കാം. ബോർഡർ റേഡിയസ് ഒരു 10 കൊടുത്തു. ഇപ്പോൾ ടെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഒരു ബ്ലാക്ക് കളറാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ബട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനകത്തേക്ക് കളറ് നമുക്ക് വൈറ്റ് പാസ് ചെയ്യാം. ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിന് ഉള്ളതാണ് ഫോണ്ട് സൈസ് നമുക്ക് 18 കൊടുക്കാം. കുറച്ചുകൂടി ഒരു 20 കൊടുക്കാം. അതുപോലെ തന്നെ ഫോണ്ട് വെയിറ്റ് നമുക്കൊരു 600 കൊടുക്കാം. ഇനി എന്താ ചെയ്യണ്ടേ, നമുക്ക് ഈ ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് ആക്കണം അല്ലേ. അപ്പം ആ ടെക്സ്റ്റിനെ സെൻറ്ററിലേക്ക് ആക്കാനായിട്ട് നമുക്ക് ബട്ടനകത്ത് സ്റ്റൈൽ കൊടുക്കാം. എന്തുവാ, അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുക്കാം. അലൈൻ ഐറ്റം സെൻറ്റർ കൊടുക്കുമ്പം ഹൊറിസോണ്ടലി സെൻറ്ററായി. ഇനി എന്താ, വെർട്ടിക്കലി അതിനെ സെൻറ്റർ ആക്കണം അല്ലേ. അപ്പോൾ അതിന് ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ കൊടുക്കും. അപ്പോൾ നമ്മുടെ ബട്ടൺ കറക്റ്റായിട്ട്. ഇനിയുള്ളതാണ് ഓൺ പ്രസ് അല്ലേ. ഓൺ പ്രസ്സിന് ഓൺ പ്രസ് എന്ന് കൊടുത്തു. നമ്മളൊരു അനോണിമസ് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ അലേർട്ട് കൊടുത്തു. ബ്ലൂ ബട്ടൺ പ്രസ്ഡ് എന്ന്, അതിൻ്റെ ബ്ലൂ ബട്ടൺ പ്രസ്ഡ്. നമുക്ക് ഈ ഒരു ഓൺ പ്രസ്സിനെ നമുക്ക് നമ്മുടെ റിട്ടേണിന് മുകളിലേക്ക് കൊണ്ടുപോയി എഴുതാം, അതായത് ഒരു ഫങ്ഷനായിട്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ആപ്പ് കമ്പോണൻറ്റിൻ്റെ, അതായത് മെയിൻ കമ്പോണൻറ്റിൻ്റെ താഴെ വരിക, അതായത് റിട്ടേണിന് മുകളിലായിട്ട് നമ്മൾ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു റിട്ടേൺ ടൈപ്പ് കോൺസ്റ്റ്, പിന്നെന്തുവാ, ഫങ്ഷൻ നെയിം എന്തുവാ, പ്രസ് എന്ന് കൊടുക്കാം. ബട്ടൺ ആക്ഷൻ എന്ന് കൊടുക്കാം. ബട്ടൺ ആക്ഷൻ കൊടുത്തു. എന്നിട്ട് അതിൽ നമ്മൾ അലേർട്ട് കൊടുത്തു.
ഓക്കെ, ഇപ്പോൾ ഈ എറർ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓൺ പ്രസ്സിനകത്തേക്ക് നമ്മളൊന്നും പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തോ ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ നെയിം കൊടുത്താൽ മതി. ഇപ്പോഴത് കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ഇമേജ് വെച്ചൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ ഈ ഒരു ബട്ടനെ കോപ്പി ചെയ്ത് റീയൂസ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിനുള്ളിലേക്ക് നമുക്ക് ടെക്സ്റ്റിന് പകരം ഒരു ഇമേജ് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇമേജ് യൂസ് ചെയ്യാനായിട്ട് ഇമേജ് കമ്പോണൻ്റ് കൊടുക്കുക, സോഴ്സ് കൊടുക്കുക, സോഴ്സ് അണ്ടർസ്കോർ ഇമേജ്. ഇത് നെറ്റ്വർക്ക് ഇമേജ് ആണ്, നമ്മളിവിടെ URL കൊടുത്തിട്ടുണ്ട്. അപ്പം നെറ്റ്വർക്ക് ഇമേജ് കാണാൻ വേണ്ടി നമ്മളൊരു സ്റ്റൈലൂടെ പാസ് ചെയ്യണം. സ്റ്റൈലിൽ വിഡ്ത്ത് 20 കൊടുക്കാം, ഹൈറ്റ് 20 കൊടുക്കാം. ഇമേജ് വന്നില്ല, കാരണം ഇമേജ് നമ്മൾ നെറ്റ്വർക്ക് ഇമേജ് കൊടുക്കുന്നത് URI എന്ന കീക്കകത്താണ്. അപ്പം നമ്മുടെ ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. ബട്ടൺ 2 എന്ന് പറഞ്ഞ സ്റ്റൈൽ കൊടുക്കാം. സെയിം അതേപോലെ തന്നെ ഇമേജിന് സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽ ഡോട്ട് ബട്ടൺ ഇമേജ് എന്ന് കൊടുക്കാം. ഈ ബട്ടനെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് സ്റ്റൈലിൻ്റെ പേര് ബട്ടൺ 2 എന്ന് കൊടുക്കുക. ജസ്റ്റിഫൈ കണ്ടന്റ് മാത്രം മതി, അലൈൻ ഐറ്റംസ് മാറ്റാം. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് വൈറ്റ് ആക്കാം. അതേപോലെ തന്നെ ബട്ടൺ ഇമേജ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്കൊരു സ്റ്റൈലുണ്ടല്ലോ, ഈ സ്റ്റൈലങ്ങ് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബട്ടൺ ഉണ്ട്, ബട്ടനകത്തൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ ബട്ടൺ കാണത്തില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. നമ്മളിപ്പോൾ പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ബോർഡർ വിഡ്ത്ത് കൊടുത്ത് നോക്കാം. ബോർഡർ വിഡ്ത്ത് ഒരു 1 കൊടുക്കും. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബട്ടൻ്റെ ബൗണ്ടറീസ് കാണാൻ പറ്റും. ഇനി ബോർഡർ കളർ വേണമെങ്കിൽ നമുക്ക് യെല്ലോ ആക്കാം. യെല്ലോ ഒക്കെ കാണത്തില്ലെന്ന് ക്ലീൻ ആക്കാം. ഇപ്പം നമ്മുടെ ബട്ടൺ വന്നിട്ടുണ്ട്, നമ്മുടെ ഇമേജ് ഉണ്ട്. ഇനി ഇമേജിന് കുറച്ച് ഒരു സ്പേസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇമേജിന് നമുക്ക് മാർജിൻ കൊടുക്കാം, മാർജിൻ ലെഫ്റ്റ് കൊടുക്കാം ഇമേജിന്. അപ്പോൾ ഇമേജ് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബട്ടന് സ്റ്റൈൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാഡിങ് ലെഫ്റ്റ് ഒന്ന് കൊടുക്കാം. അതൊരു 10 കൊടുത്താലും ചേഞ്ച് ഒന്നുമില്ല, സെയിം സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഇമേജ് ഉള്ള ബട്ടണുണ്ട്, പിന്നെ ഒരു ടെക്സ്റ്റ് ഉള്ള ബട്ടണുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ടച്ചബിൾ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറായിട്ടാണ്
വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ചൈൽഡ് കമ്പോണൻറ്റിന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കമ്പോണൻറ്റ് കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അതായത് ഒരു ടെക്സ്റ്റ് കൂടെ നമുക്ക് കൊടുത്തു നോക്കാം. ആ ടെക്സ്റ്റിനകത്ത് തന്നെയാണ് ഇമേജ് ബട്ടൺ കൊടുത്തു. ഇമേജ് ബട്ടൺ കൊടുത്തപ്പോഴൊന്നും ആ ഇമേജിൻ്റെ താഴെയാണ് വന്നത്. സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. സ്റ്റൈൽസ് ഡോട്ട് ടെക്സ്റ്റ് 2 എന്ന് കൊടുക്കാം. ടെക്സ്റ്റ് ഇപ്പോൾ കളർ വൈറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമുക്കത് ഗ്രീൻ ആക്കാം. ഗ്രീൻ ആക്കി ഇപ്പോൾ നമ്മുടെ ബട്ടൺ വന്നു. അപ്പോൾ നമ്മുടെ ഇമേജിൻ്റെ താഴെയായിട്ടാണ് ഇപ്പോൾ ടെക്സ്റ്റ് വന്നേക്കുന്നത്. നമ്മുടെ റിക്വയർമെൻറ്റ് ഈ ഇമേജിൻ്റെ ഒപ്പം തന്നെ, അതായത് ഹൊറിസോണ്ടലി അലൈൻ ചെയ്ത് തന്നെ ഈ ടെക്സ്റ്റ് നിൽക്കണം. അപ്പോൾ അതിനെന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ടച്ചബിൾ ഒപ്പാസിറ്റിക്കും വ്യൂവിൻ്റെ സ്റ്റൈൽ പ്രോപ്പർട്ടീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വ്യൂവിൻ്റെ ലേഔട്ട്, ഫ്ലെക്സ് ലേഔട്ട് ആയിരിക്കും ടച്ചബിൾ ഒപ്പാസിറ്റിക്കും. അപ്പം ഈ ടച്ചബിൾ ഒപ്പാസിറ്റിയിൽ കമ്പോണൻസ് അലൈൻ ചെയ്യുന്നത് ടച്ചബിൾ ഒപ്പാസിറ്റിയിൽ കമ്പോണൻസ് അലൈൻ ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. അതായത് ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കോളമാണ്. അപ്പം നമുക്ക് ഹൊറിസോണ്ടലി വരാനായിട്ട് നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷനെ എന്താക്കണം? റോ ആക്കണം. റോ ആക്കിയപ്പം നമ്മുടെ ഇമേജും ടെക്സ്റ്റും ഹൊറിസോണ്ടലി അലൈനായി. പക്ഷേ അപ്പോൾ എന്തുവാ, നമ്മൾ ജസ്റ്റിഫൈ കണ്ടൻറ്റ് സെൻറ്റർ ആക്കി വെച്ചിരുന്നു ഇവിടെ അല്ലേ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ മതി. നമ്മൾ ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആക്കുമ്പോൾ ജസ്റ്റിഫൈ കണ്ടൻറ്റ് വർക്ക് ചെയ്യുന്നത് അലൈൻ ഐറ്റംസ് പോലാണ്. അപ്പോൾ എന്തുവാ, ജസ്റ്റിഫൈ കണ്ടൻറ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അലൈൻ ഐറ്റംസ് കൊടുക്കും. അത് സെൻറ്റർ കൊടുത്തു. ഇപ്പോൾ അത് പഴയ പോലെ തന്നെ. ഇനി ഇമേജിനെയും ടെക്സ്റ്റിനെ സെൻറ്റർ ആക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് തന്നെ കൊടുക്കാം. അപ്പോൾ അത് സെൻറ്ററിലേക്കായി, അതായത് ഹൊറിസോണ്ടലി സെൻറ്ററായി. ഇനി ടെക്സ്റ്റിനും ഇമേജിനും ഇടയിൽ നമുക്കൊരു സ്പേസ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് ഈ രണ്ടാമത്തെ ടെക്സ്റ്റിന് ഒരു മാർജിൻ കൊടുക്കാം. മാർജിൻ ലെഫ്റ്റ് കൊടുത്ത് നോക്കാം. മാർജിൻ ലെഫ്റ്റ് ഒരു 10 കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ 2 എന്ന് പറയുന്ന കമ്പോണൻറ്റിന് ഇതൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അത് ചേർന്നാണ് നിൽക്കുന്നത് അല്ലേ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ആ പേരൻറ്റ് കമ്പോണൻറ്റിൽ കോളം ഗ്യാപ്പ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് നമുക്ക് 10 കൊടുത്തു. ഇപ്പോഴും നമുക്ക് ആ ഒരു സ്പേസ് അവിടെ കിട്ടി. അതായത് കോളം ഗ്യാപ്പ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ ആ പേരൻറ്റ് കമ്പോണൻറ്റിനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ കമ്പോണൻറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഏതൊരു കമ്പോണൻറ്റ് തമ്മിലുള്ള സ്പേസും ഈ കോളം ഗ്യാപ്പിൽ എത്ര വാല്യൂ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് ആ വാല്യൂ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് റോ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ റോ ഗ്യാപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം ആയിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ 2 ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
ഓൺ പ്രസ്സിൽ ആ ബട്ടൺ ആക്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബട്ടണിൽ നിന്ന്, അതായത് ഏത് ബട്ടണാണ് പ്രസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പാസ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു അനോണിമസ് ഫങ്ഷൻ പോലെ കൊടുത്തിട്ട് നമ്മൾ ഈ ഫങ്ഷനെ ഇവിടെ കോൾ ചെയ്യും. ഫങ്ഷൻ കോൾ ആഡ് ചെയ്യും. അതായത് ഒരു ആരോ ഫങ്ഷൻ, ആ ആരോ ഫങ്ഷനകത്തേക്ക് ബട്ടൺ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷനെ കോൾ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്യാം. അതായത് ഇവിടുന്ന് നമുക്കൊരു സ്ട്രിങ് പാസ് ചെയ്യാം. ബ്ലൂ ബട്ടൺ. ഇവിടുന്ന് ഗ്രീൻ ബട്ടൺ. അതായത് നമ്മൾ സെയിം ഫങ്ഷനാണ് കോൾ ചെയ്യുന്നത്. ആ ഒരു ഫങ്ഷനകത്തേക്ക് നമ്മൾ അതായത് ഓരോ ബട്ടൺ ആക്ഷനിലും ഓരോ സ്ട്രിങ് ആണ് പാസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആ ഫങ്ഷൻ ഡെഫിനിഷനിൽ വന്നിട്ട് നമുക്കിവിടെ അത് റിസീവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആർഗ്യുമെൻറ്റ് കൊടുത്തിട്ട് ആ ടെക്സ്റ്റിനെ വേണം നമുക്കിനി അലേർട്ടിൽ കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ബ്ലൂ ബട്ടൺ എന്നുള്ള വാല്യൂ വന്നു. അതായത് ബ്ലൂ ബട്ടണിൽ നിന്ന് നമ്മൾ പാസ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രിങ് ആണ്. സെയിം അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ബട്ടൺ, അതായത് ഗ്രീൻ ബട്ടൺ. ഇപ്പോൾ ഗ്രീൻ ബട്ടൺ. അപ്പോൾ നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫങ്ഷനകത്തേക്ക് ഓരോ ഫങ്ഷൻ കോളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ് പാസ് ചെയ്യുന്നത്. അത് നമ്മളിവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട്, ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് റിസീവ് ചെയ്തിട്ട് ഇതാണ് ടച്ചബിൾ ഒപ്പാസിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.